എക്സ്ക്യൂസ് മീ സർ. ആ വരൂ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഇരിക്കൂ. മനോഹരമായ ഒരു യാത്ര ടെൻഷനിൽ അവസാനിപ്പിച്ചു അല്ലേ വരുൺ? അതെ സർ. ശ്യാമ മേഡം 1-2 തവണ എന്നെ വിളിച്ചിരുന്നു. ഇക്കാര്യത്തിൽ വളരെ സീരിയസ് ആയ ഒരു ആക്ഷൻ വേണമെന്ന് എന്നോട് പറയുകയും ചെയ്തു. ഓക്കെ, ലെറ്റ്സ് കം ടു ദ പോയിന്റ്. നടന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഒന്നോ അതിൽ കൂടുതലോ സംഭവങ്ങൾ, ദാറ്റ് മീൻസ് ടാർഗറ്റായ ഒരാൾ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ നിങ്ങളുടെ പുറകെ ഉണ്ട്. അതിന്റെ കാരണം എന്തായിരിക്കും? വരുണ് ബിസിനസ്സിൽ ശത്രുതയുണ്ടോ? അതോ കുടുംബപരമായ എന്തെങ്കിലും, ഐ മീൻ ഈ കൊന്നു തീർക്കാമെന്ന രീതിയിൽ? ഏയ്, ബിസിനസ് രംഗത്ത് അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല സർ. വീട്ടിലാണെങ്കിലും കുടുംബത്തെ സംബന്ധിക്കുന്ന കൊച്ചു കൊച്ചു പ്രശ്നങ്ങളേ ഉള്ളൂ. അതാണെങ്കിലും ഇങ്ങനെ ഒരു രീതിയിലൊക്കെ വരില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ആകെ കൺഫ്യൂസ്ഡ് ആയി പോയത്. രാധികയ്ക്ക് പേഴ്സണൽ ശത്രുത വരാൻ എന്തെങ്കിലും കാരണങ്ങൾ? ഇല്ല സാർ, അങ്ങനെയൊന്നുമല്ല. പിന്നെ വരുൺ പറഞ്ഞതുപോലെ കുടുംബത്തിലെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, അത് പിന്നെ എല്ലായിടത്തും ഉള്ളതാണല്ലോ. സംഭവം നടന്ന ഹോട്ടലിൽ പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട്. അവരോട് ഞാൻ ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ട്. നിങ്ങളുടെ യാത്രക്കിടയിൽ എന്തെങ്കിലും പ്രത്യേകതയുള്ള ആരെങ്കിലും നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടോ? നിങ്ങളെ വാച്ച് ചെയ്യുന്ന പോലെ അങ്ങനെ എന്തെങ്കിലും? സാർ, ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഒരു കാർ ഞങ്ങളുടെ പിന്നാലെ ഉണ്ടായിരുന്നു. കുറേ നേരം ഞങ്ങളുടെ പിന്നാലെ വന്ന ശേഷം അവർ വേറെ വഴിയെ പോയി. അല്ല, അത് കുറച്ച് ഡൗട്ട്ഫുൾ ആയിരുന്നു സാർ. ഞാൻ കാറിൻ്റെ വേഗത കൂട്ടുമ്പോൾ ഒപ്പം വേഗത കൂട്ടുക, ഞാൻ വണ്ടി നിർത്തുമ്പോൾ അവരും വണ്ടി നിർത്തുക, അങ്ങനെയൊക്കെ ആയിരുന്നു. ദെൻ അതാരാണെന്നറിയാൻ വരുൺ ശ്രമിച്ചില്ലേ? അത് സാർ, ഇപ്പോഴത്തെ ഈ ലഹരി ടീം പിള്ളേരൊക്കെ ഉണ്ടാവുമല്ലോ, പബ്ലിക് ന്യൂസൻസ് ആവണ്ടെന്ന് കരുതി. പക്ഷേ അവർ വഴിതിരിഞ്ഞു പോയപ്പം ഞങ്ങൾ ആശ്വസിക്കുകയും ചെയ്തു. പിന്നീടും ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോഴാണ് ഞങ്ങൾ കൂട്ടിയാണെങ്കിൽ വായിക്കാൻ നോക്കിയത്. അപ്പോൾ ഫോളോ ചെയ്ത വാഹനം ഗൗരവമുള്ള കാര്യമാണ്. ഹോട്ടൽ അന്വേഷണം നടത്തുന്ന പോലീസുകാർ ഡീറ്റെയിൽസ് എനിക്ക് അയച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കിട്ടിക്കഴിഞ്ഞാൽ രണ്ടുപേരും ഒന്നുകൂടി വരേണ്ടി വരും. ആ, വരാം സാർ. സാർ, ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണം. വരുൺ എപ്പോഴും യാത്ര ചെയ്യുന്നതാ, ആ പേടി കൊണ്ടാ പറയുന്നത്. ഇക്കാര്യത്തിൽ വളരെ സ്ട്രോങ് ആയുള്ള ഒരു അന്വേഷണം തന്നെ നടക്കും. ശ്യാമ മേഡം പറഞ്ഞാൽ പിന്നെ അവോയ്ഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇനിയിപ്പോ നിങ്ങൾ വെക്കുള്ളൂ. താങ്ക് യു സാർ. വരുൺ, ശ്യാമ മേഡം കൂടെ കൂടെ വിളിച്ചു എന്നല്ല അദ്ദേഹം പറഞ്ഞത്. അതെന്തായിരിക്കും? ആ, ശ്യാമ മേഡത്തിന്റെ അതേ ശബ്ദമുള്ള ആളായിട്ടല്ലേ താനും അറിയപ്പെടുന്നത്. സോ ഒന്ന് സഹായിക്കണം തോന്നി കാണും. ഫിദ മാഡം ശ്യാമ മാഡത്തിനെ നിർബന്ധിച്ച് വിളിപ്പിച്ചതായിരിക്കും. അല്ലടൂ, ആരും പറഞ്ഞില്ലെങ്കിലും ശ്യാമ മേഡം വിളിക്കും. അതെന്താന്നല്ല ഞാൻ ചോദിക്കുന്നത്. അതൊക്കെ പിന്നീട് തനിക്ക് മനസ്സിലാവും. ആലോചിച്ച് ടെൻഷൻ ആവാൻ നിൽക്കണ്ട. എടോ വാടോ, വാ.